ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. 5 പേരും അവിടെ തന്നെ ജ്യൂസ് കഴിച്ചു. അതില് ഭാനുവിനും ശരണ്യ എന്ന് പറഞ്ഞ സ്റ്റുഡന്റിനും ജ്യൂസ് തലയ്ക്ക് പിടിച്ചു. എന്താ സംഭവിച്ചെന്ന് അറിയില്ലായിരുന്നു. ശരണ്യെ കൂടെ വന്ന കൂട്ടുകാരി എന്നെ കൊണ്ടുപോയി. ഭാനുവിന് ക്യാമ്പിന് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോ മറ്റൊരു വഴിയും ഞാൻ കണ്ടില്ല. അങ്ങനെയാ ഞാനിവിടെ കൊണ്ടുവന്ന് റൂം എടുത്തത്. തലയ്ക്ക് പിടിച്ചത് എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഷവറിന്റെ താഴെ നിർത്തി ഭാനുവിനെ കുളിപ്പിച്ചു. എന്നിട്ട് ബോധം വന്നില്ല. അങ്ങനെ ഞാൻ തന്നെ ഭാനുവിന്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയത്. സത്യം പറ, നീ പറഞ്ഞൊക്കെ കള്ളമല്ലേ? ഭാനുവിന് എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞത് സത്യമായിട്ടാ. ഭാനുവിന്റെ ബോധം വരുമ്പോ ചോദിച്ചാൽ മതി. ഭാവന, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. പോലീസിനെ വിളിക്കാം. വേണ്ട വേണ്ട ചേച്ചി, ഇതിപ്പോ മറ്റാരും അറിഞ്ഞിട്ടില്ല. വെറുതെ മറ്റുള്ളവരെ അറിയിക്കണോ? ഭാനുവിന് ലഹരി തലയ്ക്ക് പിടിച്ചതിന്റെ, അല്ലാതെ വേറൊന്നുമല്ല. ഭാവന, ഭാനുവിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വേഗം കൊണ്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടോ. നടക്കണം ചേട്ടാ, അങ്ങോട്ട് നടക്കണം. നീ എവിടെ ഉള്ളതാ?